Welcome to Commerce Educational Channel Infinite Nomad. Marketing Management Part 5 video ആണിത്. ഇന്നത്തെ topic branding. Branding is the process of giving a product a distinct identity to differentiate it from competitors and create customer loyalty. എന്താണ് branding എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മുടെ പ്രോഡക്റ്റിന് അല്ലെങ്കിൽ കമ്പനിക്ക് ഒരു യുണിക് ഐഡന്റിറ്റി കൊടുക്കുന്നതിനെയാണ് ബ്രാൻഡിംഗ് എന്ന് പറയുന്നത്. അതായത് കോമ്പറ്റീറ്റേഴ്സിൽ നിന്നും നമ്മുടെ കമ്പനീനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഒന്ന്. സോ അത് ലോഗോ ആവാം, കളർ ആവാം, നെയിം ആവാം, സ്റ്റൈൽ ആവാം, അങ്ങനെ എന്തും ആവാം. സോ സിമ്പിളായി പറയുകയാണെന്ന് വെച്ചാൽ നമ്മുടെ ബിസിനസ്സിന് സ്പെഷ്യൽ ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന ഒന്നിനെയാണ് ബ്രാൻഡിംഗ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. നോക്കൂ, ഇവിടെ ഈ ഒരു ലോഗോ കാണുമ്പോൾ തന്നെ അല്ലെങ്കിൽ ടാഗ് ലൈനായ ദ ടേസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വേഗം മനസ്സിലേക്ക് വരുന്ന ഒന്നാണ് അമുൽ, അല്ലേ? സോ ഇതാണ് ബ്രാൻഡിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് സ്പെഷ്യൽ ഐഡന്റിറ്റി ആൻഡ് ഫീലിംഗ് ഈസ് കോൾഡ് ബ്രാൻഡിംഗ് എന്ന് പറയാം. ജസ്റ്റ് ഒന്ന് മനസ്സിലാവാനാണ് കുറച്ച് ലോഗോസ് കൂടെ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് നോക്കൂ, ഇതൊരു ലോഗോ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, പക്ഷെ നമുക്ക് പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇത് ആപ്പിൾ ആണ്, കൊക്കോകോലൻ്റെ ആണ്, നൈക്കിൻ്റെ ലോഗോ ആണ് ഇത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. സോ ഇതാണ് ബ്രാൻഡിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Brand equity means the extra value a product gets because of its brand name. ഇവിടെ പറയുന്നത് കസ്റ്റമേഴ്സിൻ്റെ മൈൻഡിൽ ഒരു എക്സ്ട്രാ വാല്യൂ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ട്രസ്റ്റ് ഉണ്ടാവും ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് കാണുമ്പോൾ. ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കോളൂ. നൈക്ക് എന്ന ബ്രാൻഡ് എടുക്കാം. നോർമൽ സ്പോർട്സ് ഷൂസിനും ഈ നൈക്കിലെ ഷൂസിനും മേ ബി സിമിലർ ഫീച്ചേഴ്സ് ആയിരിക്കും, പക്ഷെ കസ്റ്റമേഴ്സ് പ്രിഫർ ചെയ്യുക നൈക്കാണ്. അവർ എക്സ്ട്രാ പേ ചെയ്യാൻ കൂടി അതിനു വേണ്ടി റെഡി ആയിരിക്കും. ഇവിടെ കസ്റ്റമേഴ്സിന് ഈ ഒരു ബ്രാൻഡിൻ്റെ മേലെ എക്സ്ട്രാ ട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ വാല്യൂ ഉണ്ട്. ഇതിനെയാണ് നമ്മൾ ബ്രാൻഡ് ഇക്വിറ്റി എന്നുകൊണ്ട് പറയുന്നത്. നെക്സ്റ്റ് എലമെന്റ്സ് ഓഫ് ബ്രാൻഡ് ഇക്വിറ്റി നോക്കാം. അക്കോർഡിംഗ് ടു ഡേവിഡ് എ ഏക്കർ, there are 5 മെയിൻ എലമെന്റ്സ്. ഫസ്റ്റ് വൺ, ബ്രാൻഡ് അവയർനെസ്. എന്താണ് ബ്രാൻഡ് അവയർനെസ്? കസ്റ്റമേഴ്സിന് ബ്രാൻഡ് എത്രമാത്രം വേഗം റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ബ്രാൻഡ് അവയർനെസ്. ഹൗ ഈസിലി കസ്റ്റമർ റെക്കഗ്നൈസ് ദ ബ്രാൻഡ് എന്ന് പറയാം. ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുക്കൂ. സെർച്ച് എഞ്ചിൻസ്. ഒരുപാട് സെർച്ച് എഞ്ചിൻസ് ഉണ്ട്, പക്ഷെ സെർച്ച് എഞ്ചിൻ എന്നൊരു ടേം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഇമീഡിയറ്റ് ആയിട്ട് ഓർമ്മ വരുന്നത് ഗൂഗിൾ ആണ്, അല്ലേ? സോ ഇതാണ് ബ്രാൻഡ് അവയർനെസ്. അതുപോലെ തന്നെയാണ് ചില സിമ്പിൾസ് അല്ലെങ്കിൽ ലോഗോസ് കാണുമ്പോൾ നമ്മൾക്ക് ആ ഒരു ബ്രാൻഡിൻ്റെ പേര് അറിയേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അവിടെ ആ ഒരു ലോഗോയിൽ ആ ബ്രാൻഡിൻ്റെ പേര് എഴുതണമെന്നില്ല. പെട്ടെന്ന് തന്നെ കസ്റ്റമേഴ്സ് അത് റെക്കഗ്നൈസ് ചെയ്യും. സോ ബ്രാൻഡ് അവയർനെസ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ്, എന്താണ് ബ്രാൻഡ് ലോയാലിറ്റി? കസ്റ്റമേഴ്സ് സെയിം ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റ് തന്നെ റിപ്പീറ്റ് ആയിട്ട് വാങ്ങുന്നതിനെയാണ് ബ്രാൻഡ് ലോയാലിറ്റി എന്ന് പറയുന്നത്. ചില പേഴ്സൺസ് ഒരു ബ്രാൻഡ് ആയിരിക്കും പ്രിഫർ ചെയ്യുക, സോ അവർ അത് മാത്രമായിരിക്കും കണ്ടിന്യൂസ് ആയിട്ട് വാങ്ങുക. ഒരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പോൾ സ്പോർട്സ് പേഴ്സണിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ നോർമൽ ചില ആളുകൾ നൈക്കിൻ്റെ ഷൂ മാത്രമായിരിക്കും യൂസ് ചെയ്യുക, അവർ വേറെ ഏത് ബ്രാൻഡും പർച്ചേസ് ചെയ്യില്ല. ഇതാണ് ബ്രാൻഡ് ലോയാലിറ്റി. തേർഡ് വൺ, ബ്രാൻഡ് അസോസിയേഷൻ. ഫീലിംഗ് ഓർ ഐഡിയ ലിങ്ക്ഡ് ടു ബ്രാൻഡ്. ഇവിടെ എന്താ പറയുന്നത്? ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുക്കാം. ബെൻസ്. ഇവിടെ ബെൻസ് എന്നൊരു ബ്രാൻഡ് എന്തുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നു? ലക്ഷറി. ബെൻസ് എന്ന് കേട്ടാൽ തന്നെ നമ്മൾ ഫസ്റ്റ് തിങ്ക് ചെയ്യുക ലക്ഷറി ആണ്. ഫോർത്ത് വൺ, പെർസീവ്ഡ് ക്വാളിറ്റി. കസ്റ്റമേഴ്സ് ഒപ്പീനിയൻ അബൌട്ട് ദ പ്രോഡക്റ്റ് ക്വാളിറ്റി. പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റീനെ കുറിച്ചുള്ള കസ്റ്റമറിൻ്റെ ഒപ്പീനിയനാണ് പെർസീവ്ഡ് ക്വാളിറ്റി. ഒരു എക്സാമ്പിൾ നോക്കാം. ഐഫോൺ. ഇവിടെ ഐഫോൺ എന്ന് പറയുന്നത് എക്സ്പെൻസീവ് ആണ്, പക്ഷേ കസ്റ്റമേഴ്സ് അത് പർച്ചേസ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അവർ തിങ്ക് ചെയ്യുന്നത് ഐഫോൺ എന്നുള്ളത് ഹൈ ക്വാളിറ്റി ഉള്ളതാണ്, അതുപോലെ തന്നെ ലോങ് ലാസ്റ്റിംഗ് ആണ്. സോ അതിനുവേണ്ടി അത്രമാത്രം എമൗണ്ട് പേ ചെയ്യുന്നതിൽ കുഴപ്പമില്ല. സോ ഇതാണ് പെർസീവ്ഡ് ക്വാളിറ്റി. ലാസ്റ്റ് വൺ, ബ്രാൻഡ് അസറ്റ്. എന്താണ് ബ്രാൻഡ് അസറ്റ്? ലോഗോസ്, ട്രേഡ് മാർക്ക്, ടാഗ് ലൈൻ ആൻഡ് ലീഗൽ പ്രൊട്ടക്ഷൻ. ഇവിടെ ബ്രാൻഡിൻ്റെ ഓവറോൾ വാല്യൂ ആണ് പറയുന്നത്. നമ്മൾ മുന്നേ ഐഫോണിൻ്റെ എക്സാമ്പിൾ പറഞ്ഞ പോലെ തന്നെ
മറ്റു ബ്രാൻഡ്സിൽ പ്രോഡക്റ്റ് ഉണ്ടെങ്കിലും ഒരു പർട്ടിക്കുലർ ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റ് വാങ്ങാൻ കസ്റ്റമേഴ്സിനെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ് ബ്രാൻഡ് അസറ്റ്. ടൈപ്സ് ഓഫ് ബ്രാൻഡിങ്ങിലെ ഫസ്റ്റ് വൺ ആണ് കോ ബ്രാൻഡിങ്. എന്താണ് കോ ബ്രാൻഡിങ്? ഇവിടെ രണ്ടോ അതിൽ കൂടുതലോ ബ്രാൻഡുകൾ ജോയിൻ ചെയ്യുകയും അതിലൂടെ അവരുടെ ബിസിനസ് ബെറ്റർ ആക്കുക, ഒപ്പം തന്നെ ഒരുപാട് കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് കോ ബ്രാൻഡിങ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെന്ന് വെച്ചാൽ മെക്ഡിയും കൊക്കക്കോലയും. മെക്ഡി ഔട്ട്ലെറ്റ്സിലൊക്കെ തന്നെയും അവരുടെ മീൽസിനൊപ്പം കൊക്കക്കോല സെർവ് ചെയ്യാറുണ്ട്. ഇവിടെ മെക്ഡി എന്ന ബ്രാൻഡും കൊക്കക്കോല എന്ന ബ്രാൻഡും ടീമപ്പ് ചെയ്ത് കൂടുതൽ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിലൂടെ രണ്ട് ബ്രാൻഡിനും ബെനിഫിറ്റ്സ് ഉണ്ടാവും. ഇതാണ് കോ ബ്രാൻഡിങ്. നെക്സ്റ്റ് വൺ ഇൻഗ്രീഡിയൻറ്റ് ബ്രാൻഡിങ്. ഇവിടെ എന്താ പറയുന്നത്? നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങുന്ന ടൈം നോർമലി അതിൻ്റെ ഉള്ളിൽ ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ടാവും. സോ അതിൻ്റെ ഉള്ളിൽ ഒരു മെറ്റീരിയലിനെ ഹൈലൈറ്റ് ചെയ്യുക, അതിൻ്റെ ബ്രാൻഡിനെ ഹൈലൈറ്റ് ചെയ്യുന്നതിനെയാണ് ഇൻഗ്രീഡിയൻറ്റ് ബ്രാൻഡിങ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുക്കുകയാണെന്ന് വെച്ചാൽ ഇൻറ്റൽ ഇൻസൈഡ് ലാപ്ടോപ്പ്. നമ്മൾ ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്യുന്ന ടൈം മേ ബി അത് HP അല്ലെങ്കിൽ ഡെൽ എന്ന ബ്രാൻഡിൻ്റെ ലാപ്ടോപ്പ് ആയിരിക്കും. പക്ഷേ ആ ലാപ്ടോപ്പിൽ നമുക്ക് ജസ്റ്റ് ഇൻറ്റൽ എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റിക്കർ കാണാം. അതായത് ആ ലാപ്ടോപ്പിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഇൻറ്റലിൻ്റെ പ്രോസസ്സറാണ്. സോ കസ്റ്റമർ ട്രസ്റ്റ് ദ പ്രോസസ്സർ ആൻഡ് ഫീൽ ദ ലാപ്ടോപ്പ് ഈസ് ബെറ്റർ. നെക്സ്റ്റ് വൺ പാക്കേജിംഗ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് പ്രൊട്ടക്റ്റിംഗ്, presenting and storing a product so it reach the customer safely and look attractive. Just ഒരു എക്സാമ്പിൾ എടുക്കാം. മാഗി നൂഡിൽസ്. മാഗിയുടെ എക്സാമ്പിൾ നോക്കുകയാണെന്ന് വെച്ചാൽ അറിയാം, നമ്മൾ വാങ്ങുന്ന ടൈം അത് പാക്ഡ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുക. അതും വളരെ കളർഫുൾ ആയിട്ടായിരിക്കും അത് പാക്ക് ചെയ്തിട്ടുണ്ടാവുക. സോ ഇത് ഉള്ളിലുള്ള ഫുഡ് പ്രോഡക്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ അത് കുറച്ചുകൂടെ ഫ്രഷ് ആയിട്ട് കീപ്പ് ചെയ്യും. പിന്നെ കസ്റ്റമേഴ്സിനെ ഈ ബ്രൈറ്റ് കളേഴ്സ് അട്രാക്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. സോ മെയിനായിട്ട് പാക്കേജിങ് എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ പ്രോഡക്റ്റിനെ ഡാമേജുകൾ ഇല്ലാതെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഈസി ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും, ട്രാൻസ്പോർട്ടേഷനും അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ലാസ്റ്റ് വൺ, കസ്റ്റമേഴ്സിനെ അട്രാക്റ്റഡ് ആക്കാൻ പറ്റും. ലേബലിംഗ് എന്താണെന്ന് നോക്കാം. അതായത് ഒരു പ്രോഡക്റ്റിൻ്റെ പാക്കിൽ നമുക്ക് പ്രോഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് കാണാൻ കഴിയും. ഇതിനെയാണ് ലേബലിംഗ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുക്കാം. കാഡ്ബറീൻ്റെ ചോക്ലേറ്റ് ബാർ നമ്മൾ വാങ്ങുന്ന ടൈം അതിൻ്റെ ബാക്കിലായിട്ട് തന്നെ ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ യൂസ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ നെറ്റ് വെയിറ്റ് എത്രയാണ്, മാനുഫാക്ചറിങ് ഡേറ്റ് എന്താണ്, എക്സ്പയറി ഡേറ്റ് എന്താണ്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. ഇതാണ് ലേബലിംഗ്. So labeling provide legal and safety information, can include brand name and logo.